ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ കാപ്പുകെട്ട് ചടങ്ങ് പൂർത്തിയാക്കിയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ അവലോകന യോഗം ചേർന്നു. ഒന്നാം ദിവസം കാപ്പുകെട്ട് ചടങ്ങോടെ ഉത്സവാഘോഷങ്ങൾ ആരംഭിച്ചു. പതിവ് പോലെ ആദ്യ ദിവസം തന്നെ വൻ ഭക്തജന തിരക്ക. ക്ഷേത്രത്തിന് മുന്നിലെ ഓലപ്പുരയിൽ കണ്ണകി ചരിതം ചൊല്ലിയുള്ള തോറ്റംപാട്ടും പാടിത്തുടങ്ങി. പ്രാർത്ഥനകളാലും ശരണമന്ത്രങ്ങളാലും ക്ഷേത്രം ഭക്തിസാന്ദ്രം. അങ്ങനെ വിശ്വാസികൾ ഒരു വർഷമായി കാത്തിരുന്ന പൊങ്കാലക്കാലത്തിന് തുടക്കം. പൊങ്കാലക്കലങ്ങളുടെയും ചുടുകട്ടകളുടെയും വിൽപ്പനയിൽ നഗരവും ഉത്സവലഹരിയിൽ. തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ വിവിധ വകുപ്പുകൾ ചേർന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴാനും പതിവിലേറെ ഭക്തരെത്തി. രാത്രി വൈദ്യുതി ദീപാലങ്കാരങ്ങൾ തെളിഞ്ഞതോടെ ക്ഷേത്ര പരിസരം ഉത്സവപ്രഭയിൽ ആറാടി. വൈകിട്ട് പ്രശസ്ത സിനിമാ താരം അനുശ്രീ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തെ ആറ്റുകാൽ ട്രസ്റ്റിന്റെ അംബ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിന് സമർപ്പിച്ചു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം വിവിധ വേദികളിൽ കലാപരിപാടികൾ അരങ്ങേറി. മുൻ വർഷങ്ങളെക്കാൾ വിശ്വാസികൾ പൊങ്കാലയിടാനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. 40 ലക്ഷം സ്ത്രീജനങ്ങൾ പൊങ്കാലയിടുമെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഭക്തർക്കിനി 7 ദിവസത്തിന്റെ കാത്തിരിപ്പ്. 7-ാം ദിവസം പകൽ തലസ്ഥാനം പൊങ്കാലക്കളമാകും. 24 തിരുവനന്തപുരം.